Good morning. Good morning, teacher. Good morning, ma'am. Morning. Okay, നിങ്ങൾ prayer എല്ലാം കഴിഞ്ഞു? ഇല്ല ma'am. Yes, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Please. ആരുമില്ലേ പ്രയറില്? സൈലന്റ് പ്രയർ ബാച്ച് ആയി പോവുക. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ, കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാം. ലോക സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാം. വിജ്ഞാനമേകും നിറകതിർത്തുകാൻ, വിജ്ഞാനമേകും നിറകതിർത്തുകാൻ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. വിറയാർന്ന കൈകൾ ചലിക്കുന്ന നേരം ഞങ്ങൾ തൻ കരളിൻ്റെ കൈക്കൊമ്പിൽ നീട്ടി, ചൊരിയൂക നാഥ നിൻ സ്നേഹധാര, ചൊരിയൂക നാഥ നിൻ സ്നേഹധാര. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധു നമിക്കുന്നു. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് എന്നല്ല, എപ്പോഴും വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു അല്ലെ. നത്തിങ് റിലീജിയസ്. ലോകത്തിലുള്ള എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും. ഡോക്ടർ മറിയ മോണ്ടിസോറി വിചാരിച്ചെന്ന പോലെ പീസ് ആൻഡ് ഹാർമണി. അതായത് നമുക്ക് വിഷ് ചെയ്യാം എ വേൾഡ് വിത്ത് പീസ്, നോട്ട് എ വേൾഡ് ഓഫ് പീസസ് അല്ലേ. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ടീച്ചർ ഒരു ഡൗട്ട് ടീച്ചർ. ചോദിച്ചു. ടീച്ചർ സർവേ തന്നില്ലേ ടീച്ചർ നമുക്ക്? 2 സർവേ ഉണ്ടല്ലോ ടീച്ചർ. നമ്മള് രണ്ടിനും അത് ഇപ്പൊ ഒരു 35 ക്വസ്റ്റ്യൻ തയ്യാറാക്കിയുള്ള ഒരു സർവേക്ക് മാത്രം റിപ്പോർട്ട് എഴുതിയാൽ മതിയോ, അതോ മറ്റേ സർവേ വാട്ട് ഇസ് ഹെൽത്ത് എന്നും പറഞ്ഞ് അതിന് റിപ്പോർട്ടായിരുന്നില്ല നമ്മൾ പറഞ്ഞ 2 ക്വസ്റ്റ്യന്റെ ഒരു ഡെഫിനിഷൻ, ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറഞ്ഞു. അതിന് റിപ്പോർട്ട് വേണ്ട അല്ലേ ടീച്ചർ? പിന്നെ ടീച്ചർ നമ്മൾ ഈ 5 വീട്ടിൽ പോകുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഞാൻ ടീച്ചർ എഴുതിയിരിക്കുന്ന ഈ 35 ക്വസ്റ്റ്യൻ ഒരു A4 ഷീറ്റ് പേപ്പറിൽ എഴുതിയിട്ട് പോയ വീട് കുഞ്ഞുങ്ങളുടെ പേര് എഴുതി ടിക്കാണ് ഇട്ടിരിക്കുന്നത്, അല്ല 5 ഞാൻ എഴുതിയിട്ടില്ല. അങ്ങനെ മതിയോ ടീച്ചർ? അപ്പം കോളംസ് എന്ത് ചെയ്തു? കോളംസ് ഞാൻ വരച്ചാണ് ഇതാക്കി വെക്കുന്നത് ടീച്ചർ. ഞാൻ പേര് എഴുതിയിട്ടാണ്, കാരണം അവര് നമുക്ക് എഴുതി തന്നു എസ് ഓർ നോ ആണോ സംടൈംസ് ആണോ നോട്ട് ഷുവർ ആണോ എന്ന്. അല്ല, ഞാൻ എഴുതണമെങ്കിൽ ഞാൻ എഴുതിക്കോളാം. ഞാൻ എന്റെ ഒരു ഓപ്ഷൻ അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്, എനിക്ക് അത് ക്ലിയർ ആവാത്തോണ്ടാണ്. അതായത് ഈ 5 പേർക്കും 5 ഷീറ്റ് ആണോ? അതെ ടീച്ചർ, ഞാൻ അങ്ങനെയാണ്. മതി, കുഴപ്പമില്ല, അത് മതി. താങ്ക് യു ടീച്ചർ. നിങ്ങൾക്ക് സർവേയുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിരുന്നു അല്ലേ ടീച്ചർ? ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നു. ഒരു നമ്മുടെ ഗ്രൂപ്പിൽ ജിൻസി എന്ന് പറഞ്ഞ ചേച്ചി ഷെയർ ചെയ്തിരുന്നു. ജിൻസി, ആയിഷ എന്ന് പറയുന്ന 2 കുട്ടികള് ഷെയർ ചെയ്തിരുന്നു. അത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തതാണ് തോന്നുന്നു ടീച്ചർ അയച്ചിട്ടുണ്ടായിരുന്നത്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അതിപ്പോ തന്നെ ഫയൽ അയക്കാനായിട്ട് പറയാം. ഞാൻ മറന്നു പോകുന്നത് പലപ്പോഴും പല പല കാര്യങ്ങളിൽ.
പക്ഷെ അതുപോലെ മോക്ക് ടെസ്റ്റും ചെയ്തിട്ടില്ല. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ മോക്ക് ടെസ്റ്റ് തന്നിട്ടില്ല. ഞാൻ അതെ മെന്റൽ ഹെൽത്തും സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡും കൂടെ ചേർത്തിട്ട് ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ക്വസ്റ്റ്യനേ ഉള്ളൂ, കൂടി വന്ന 6-7 ക്വസ്റ്റ്യൻ ഉള്ളൂ. ഇപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുറച്ചധികം ക്വസ്റ്റ്യൻ തരാന്ന് വിചാരിച്ച് അങ്ങനെ ഇത്തിരി ഒന്ന് ബെറ്റർ ആക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഡിലേ ആയത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. ടീച്ചർ പിന്നെ ഒരു ഡൗട്ട്, ഹെൽത്ത് എന്നുള്ളതിന്റെ സർവേ നമ്മൾ ചെയ്യാനെന്ന് പറഞ്ഞില്ല, അത് അസൈൻമെന്റ് ബുക്കിൽ എഴുതിയ പോലെ? മതി മതി മതി. ഞാൻ നിങ്ങൾക്ക് പിന്നീട് റെഫർ ചെയ്യാനും ഒക്കെ പറ്റുന്നത് എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കാണിക്കാം. കാരണം അതൊക്കെ നമ്മളുടെ ഏതൊരു സമയങ്ങളിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഈ 35 ക്വസ്റ്റ്യൻസിന്റെ ചെയ്യണതും അതുപോലെ തന്നെ ഈ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ കാര്യം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെറുതെ നമുക്ക് വർക്ക് തീർക്കാനായിട്ട് ആരെയെങ്കിലും ഒക്കെ പോയിട്ട് ഡേറ്റ എടുക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ വീട്ടിലുള്ള 5 പേരുടെ എടുക്കുക എന്നുള്ളതല്ല. നമ്മൾ പല സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്നവരെ തന്നെ നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ നന്നായിരിക്കും. പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കറക്റ്റ് എത്തിക്കോളും. ഓക്കെ, ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞത്? ഹെൽപ്പ് ചെയ്യാമോ ടീച്ചർ? ലാസ്റ്റ് ക്ലാസ്സില് ടീച്ചർ അത് തീർത്തായിരുന്നു. ലാസ്റ്റത്തെ ആ ഡിഫറൻസ് ആ സർവേ മെത്തേഡ് വരെ എടുത്തു ടീച്ചർ. ആ ടെക്നിക്സ് ആൻഡ് ടൂൾസ് അതും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞു. അപ്പൊ ഓൾമോസ്റ്റ് അത് ജസ്റ്റ് ഒരു കൺക്ലൂഷൻ ആണ്. നമുക്ക് പല ടൈപ്പ് ടെക്നിക്സും ടൂൾസും യൂസ് ചെയ്യാം. ഇത്രയും തന്നെയൊന്നല്ല, കുറേ ടെക്നിക്സും ടൂൾസും ഉണ്ട്. അതിൽ കുറച്ച് മെയിൻ ആയിട്ടുള്ളത് പിക്ക് ചെയ്തേ ഉള്ളൂ. പിന്നെ പലപ്പോഴുമുള്ള ചലഞ്ചസ് എല്ലാം നമ്മൾ പറഞ്ഞു. ഫണ്ടിന്റെ ആ ഒരു പ്രശ്നം, പിന്നെ സ്കൂളുകളിൽ ഇപ്പൊ ഈ കുറച്ച് കാലങ്ങളായിട്ട് മെന്റൽ ഹെൽത്തിന് മീൻസ് ഈ ഒരു കഴിഞ്ഞ ഒരു വർഷവും ഒക്കെയാണ്, ഈ ഒരു വർഷമൊക്കെ മെന്റൽ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ ആളുകള് ഇതിനെ കളിയാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ മടിക്കുകയോ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവര് എന്താ പറയാ, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഒരു ടാബു പോലെ. ആൾക്കാർക്ക് പോയി ഇതിനൊരു ട്രീറ്റ്മെന്റ് എടുക്കാനോ ഇതിനൊരു സെഷൻസിന് പോവാനോ ഒരു ഇന്റർവെൻഷൻ നടത്താനോ ആളുകൾ മടിച്ചിരുന്നു. അങ്ങനെ വന്നപ്പോ അത് കൂടുതൽ സിവിയർ ആയി ലൈഫ് തന്നെ സ്പോയിലാവുന്ന അവസ്ഥയിലേക്കൊക്കെ പലരുടെയും പോയി. പക്ഷെ ഇപ്പൊ ആളുകൾ അങ്ങനെയല്ല. അങ്ങനത്തെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരത് സോർട്ട് ഔട്ട് ചെയ്യാനും അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കാനും മടിയില്ല. വളരെ പോസിറ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെയാണ് ശരിക്കും ഇതിന്റെ. അപ്പൊ അങ്ങനെ വന്നപ്പോ സ്കൂളുകളില് ഇപ്പോ പുതിയ രീതിയിൽ കുട്ടികൾക്ക് കൗൺസിലറെ അങ്ങനെ എല്ലാ സ്കൂളിലും വേണമെന്നും, പക്ഷെ എന്നാലും എടുക്കുന്ന ചില സ്റ്റെപ്സ് ഒന്നും പ്രാക്ടിക്കലി പോസിബിൾ ഒന്നുമല്ല. അങ്ങനെയല്ല, വേണ്ടുന്ന അത് ചിലപ്പോ വരാറുമില്ല. 1-2 തവണ കൗൺസിലിംഗ് അങ്ങനെയല്ല. നമ്മൾക്ക് അതിന്റെ നമ്പർ എന്നല്ല, നമ്മൾ പറഞ്ഞല്ലോ, യുണീക്കാണ് ഓരോ കുട്ടികളും, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. അവരുടെ ബിഹേവിയർ പല സിറ്റുവേഷനിൽ പലതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു കുട്ടിക്ക് 3 തവണയൊന്നും ചിലപ്പോൾ ആയിരിക്കില്ല വേണ്ടത്. അതിൽ കൂടുതൽ ചിലപ്പോൾ വേണ്ടി വരാം. ചിലപ്പോൾ ചില കുട്ടികൾക്ക് വേണ്ടി വരില്ലായിരിക്കും. ഇതെല്ലാ കുട്ടികളെയും കൂടെ ജനറലൈസ് ചെയ്തിട്ട് 3-4 സെഷൻ അങ്ങനെ കൊടുക്കണം. ആ ഒരു രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ശരിക്കും വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ ആയിപ്പോ. അപ്പൊ അതിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ മെന്റൽ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് വരികയാണ്. ഓക്കെ, നിങ്ങൾക്ക് അപ്പൊ പാർട്ട് 2-ല് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ടീച്ചർ അശ്വതി മിസ് ചോദിച്ചപ്പോ ടീച്ചർ അന്ന് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ജിഷ മിസ് എടുക്കാന്ന് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ എടുത്തില്ലായിരുന്നു. വേറെ പുതിയ ഇതിലോട്ട് പോകാന്ന് പറഞ്ഞു. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുക്കാം. അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 2 കഴിയില്ലേ? കഴിയും മിസ്സേ. അപ്പൊ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം എക്സാമിനേഷൻ തുടങ്ങും. ടേം 1 എക്സാമിനേഷൻ. ടേം 1 എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പാർട്ട് 1-നും പാർട്ട് 2-നും കൂടെ 40 ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഉണ്ടല്ലോ, മോഡ്യൂൾ 2, ഇംഗ്ലീഷിൽ നിന്നും 10 ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് 50 ക്വസ്റ്റ്യൻ വരുന്നത്. 1 മണിക്കൂറായിരിക്കും എക്സാമിന്റെ ഡ്യൂറേഷൻ. പിന്നെ ടൈം ഒക്കെ പിന്നീട് അറിയിക്കും. മോസ്റ്റ് പ്രോബബ്ലി ഈവനിങ് ടൈം ആയിരിക്കും, ലൈക്ക് 7 o'clock അങ്ങനെയൊക്കെ ആയിരിക്കാം. ജോലിക്ക് പോണവർക്കും കൂടെ അറ്റൻഡ് ചെയ്യാൻ. ഇതൊരു മോഡൽ എക്സാം പോലെയാണ്.
കാരണം മെയിൻ എക്സാമിന് മുമ്പ് നമുക്ക് 2 ടേം എക്സാമിനേഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മെയിൻ എക്സാമിന്റെ പാറ്റേൺ എന്താണെന്നുള്ളത്. മെയിൻ എക്സാം സബ്ജക്ട് വൈസ് ആണ്. ടേം 1 ടേം 2 എന്ന് പറയുന്നത് പാർട്ട് 1ഉം പാർട്ട് 2ഉം ടേം 1ൽ വരും. പാർട്ട് 3ഉം പാർട്ട് 4ഉം കഴിയുമ്പോൾ ടേം 2 അപ്പോഴുള്ള ഇംഗ്ലീഷും അങ്ങനെ ചേർത്തിട്ടാണ്. അപ്പൊ അത് ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിന് 2 മാർക്കാണ്. അപ്പൊ ടോട്ടൽ 100 മാർക്സിലാണ്. 1 അവർ ആണ്. 20 മിനിറ്റ്സ് കൊണ്ടൊക്കെ എല്ലാരും ചെയ്ത് തീരും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഓൺലൈനിലാണല്ലോ എക്സാം എഴുതുന്നത്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴെങ്കിലൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പൊ തന്നെ സ്കോർ കിട്ടും. പക്ഷെ എക്സാമിനേഷൻ, ടേം എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും എങ്ങനെയാന്ന് വെച്ചാൽ ആ കറക്റ്റ് ടൈമിൽ തന്നെ എഴുതി സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഒരു ക്ലാസ്സിൽ കയറാനായിട്ട് ഒരു ഗൂഗിൾ മീറ്റ് ലിങ്ക് ഉണ്ടല്ലോ, അതുപോലെ എക്സാമിന് വേണ്ടിയിട്ട് ഒരു ഗൂഗിൾ മീറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അത് നിങ്ങളുടെ ഹോളാണ്, എക്സാം ഹോൾ എന്ന് പറയില്ലേ, അതാണ്. അപ്പൊ ആ ഗൂഗിൾ മീറ്റിൽ കയറി ഓഡിയോ മ്യൂട്ട് ചെയ്ത വീഡിയോ ഓൺ ചെയ്ത് വേണം എക്സാമിന് ഇരിക്കാൻ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒഫീഷ്യൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആണെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റിന്റെ ഒക്കെ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് പോലെ തന്നെ ഒരു ലിങ്ക് വരും. എക്സാമിന്റെ ടൈമിന് 5 മിനിറ്റ്സ് മുമ്പ് ഒരു ലിങ്ക് വരും. ലിങ്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ ചിലപ്പോൾ ഒരു ഡിവൈസിൽ നിന്നാണ് കയറുന്നതെങ്കിൽ, ഇപ്പം ഞാനിപ്പോ ഈ മൊബൈലിൽ നിന്നാണ് കയറുന്നതെങ്കിൽ ഞാൻ ഗൂഗിൾ മീറ്റ് ഓൺ ചെയ്തിരിക്കും. വാട്സാപ്പിൽ ലിങ്ക് വരുമ്പോൾ നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളുടെ ഗൂഗിൾ മീറ്റ് മിനിമൈസ് ചെയ്തിട്ട് സ്ക്രീനിന്റെ റൈറ്റ് സൈഡ് കോർണറിൽ താഴെ ഡൗൺ പോയി കിടക്കുമല്ലോ. നമ്മൾ ആ ലിങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. വീഡിയോയെ കുറിച്ച് ബോധർ ചെയ്യേണ്ട. ആൻസർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിനൊപ്പം ഒരു റോൾ നമ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എക്സാമിന്റെ തലേ ദിവസമോ അതിന്റെ മുന്നിലത്തെ ദിവസം. അപ്പം സബ്മിറ്റ് ചെയ്യുമ്പോൾ റോൾ നമ്പർ പറഞ്ഞ് പേര് പറഞ്ഞ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം. അപ്പൊ ഇൻവിജിലേറ്റർ, ഹോളിലുള്ള ഇൻവിജിലേറ്റർ പറയും, ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ട്, ലീവ് ചെയ്തോളും പറയും. ടേം 1ഉം ടേം 2ഉം ഇങ്ങനെ നമ്മൾ എഴുതി കഴിയുമ്പോൾ മെയിൻ എക്സാമിന് നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. നമുക്ക് പാറ്റേൺ മനസ്സിലായി. സെയിം പാറ്റേണിൽ സബ്ജക്ട് വൈസിൽ എക്സാമിനേ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് എക്സാമിന്റെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഇനി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് എടുക്കുന്നത്. നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ പല ഫേസസിലൂടെ കടന്നുപോയി. ഫിസിക്കൽ ഡെവലപ്മെന്റ്, ബോഡിയിലെ ഡെവലപ്മെന്റ് അല്ലെ. നമുക്കറിയാം, ഒരു കുഞ്ഞ് അമ്മയുടെ വോമ്പില്, ആ ഗർഭപാത്രത്തില് ആ ഒരു ജീവന്റെ തുടിപ്പ് ഉണ്ടായി കഴിഞ്ഞ് ആ സമയത്തൊന്നും ഷേപ്പ് ഒന്നുമില്ല. നമുക്കൊരു വാൽമാക്രിയുടെ ഷേപ്പ് ഒക്കെ ആയി വരും കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴല്ലേ. കുറച്ച് കഴിയുമ്പോഴേക്കും ഹാർട്ട്, അങ്ങനെ ഓരോരോ ഓർഗൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. 6 മന്ത്സ് ഒക്കെ കഴിയുമ്പോഴേക്കും ഒരു ഫുൾ ബേബി ആവും. 5 മന്ത്സ് കഴിയുമ്പോഴേ ആവും ഫുൾ ബേബി ആവും അല്ലെ. എല്ലാ ഓർഗൻസും പ്രൊപ്പോർഷണൽ ആയിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടാവും. ഒരു നോർമൽ ബേബി ആണെങ്കിൽ എല്ലാ ഓർഗൻസും പ്രൊപ്പോർഷണൽ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. അത് കഴിഞ്ഞിട്ട് ആ ഫുൾ ടേം ആവുമ്പോൾ ബേബി എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് വരും. അപ്പം ആ കുട്ടിയുടെ ശരീരത്തിന്റെ, ആ കുട്ടിയുടെ ആ വളർച്ചയ്ക്ക് അനുസരിച്ചുള്ള ഈ ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗൻസ് എല്ലാം ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇത് പിന്നെ പതുക്കെ 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 വളരാനായിട്ട് തുടങ്ങും അല്ലെ. ഇപ്പം നമുക്കറിയാം, ഒരു 18 വയസ്സൊക്കെ എത്തുമ്പോഴേക്കും ഹൈറ്റ് ഒക്കെ അങ്ങോട്ട് സീസ് ചെയ്യും, സ്റ്റോപ്പ് ആകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എല്ലാ ഓർഗൻസിന്റെയും വലിപ്പം നമ്മൾ പറയുന്നത്, ആ കൈയുടെ ഈ ഒരു ഇങ്ങനെ നമ്മൾ മുഷ്ടി പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു വലുപ്പമായിരിക്കും ഹാർട്ടിനുണ്ടാവുക. അപ്പൊ കുട്ടി വളരുന്നതിനനുസരിച്ച് ഇതിങ്ങനെ വലുതാവും തോറും ഹാർട്ടിനും അങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു വലുപ്പമായിരിക്കും. ഒരു മനുഷ്യന്റെ കൈ ഇങ്ങനെ ചുറ്റി പിടിച്ചാൽ അയാളുടെ ഹാർട്ടിന് ആ ഒരു വലുപ്പമായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ ബോഡി പാർട്സ്. ഫിസിക്കൽ ഡെവലപ്മെന്റ് അങ്ങനെയാണ്, ശരീരത്തിന്റെ ഭാഗങ്ങളുടെ വളർച്ച. ഇനി ഫിസിക്കൽ മോട്ടോ ഡെവലപ്മെന്റ്, അങ്ങനെയല്ലേ നിങ്ങൾ ചോദിച്ചത്. മോട്ടോ ഡെവലപ്മെന്റ്, മൂവ്മെന്റ്സ്, മസിൽ റിലേറ്റഡ്, അതിന്റെ ഡെവലപ്മെന്റും നമ്മൾ പഠിച്ചു. അതിലെ 2 പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആയിട്ടുണ്ടായിരുന്നത് ഫൈൻ മോട്ടോ സ്കില്ലും ഗ്രോസ് മോട്ടോ സ്കില്ലും. അതായത് ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റും സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റും. ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആയിരുന്നു ഗ്രോസ് മോട്ടോ സ്കിൽ. സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആയിരുന്നു ഫൈൻ മോട്ടോ സ്കിൽസ്. അതായത് നമ്മൾക്കെല്ലാം അറിയാം, നമ്മളുടെ ഒരു ആരോഗ്യം അനുസരിച്ച് നമുക്കൊരു ടേബിള് 2 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ ടേബിൾ ഇങ്ങനെ പൊക്കി മാറ്റി വേറൊരു സ്ഥലത്തേക്ക് വെക്കാം, നമുക്കത് പറ്റും. അതേസമയം കുറേ ദൂരം നമ്മൾ ആ ടേബിൾ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു പവർ വേണം, ഒരു സ്റ്റാമിന വേണം അല്ലെ.
അപ്പൊ ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് അവന് കാര്യങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് പറ്റും ചെറുപ്പത്തിൽ, പക്ഷെ പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് വീണു പോകും. അത് പിക്ക് ചെയ്യാൻ പറ്റും, കുറെ സമയം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ പിക്ക് ചെയ്യുന്ന ആ ഒരു ഡെവലപ്മെന്റ് ആണ് ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ്, ഗ്രോസ് മോട്ടോർ സ്കിൽ. അത് കുറേ സമയം ഹോൾഡ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഫിംഗേഴ്സ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ. ഈ ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ മസിൽസ് ആണ്, ഫൈൻ മോട്ടോർ സ്കില്ലിന്റെ ഡെവലപ്മെന്റ് ആണ്. അതാണ് 3 years കഴിയുമ്പോൾ ഇവര് വരയ്ക്കാനും എഴുതാനും പെൻസിൽ പിടിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ വരും. അപ്പൊ അങ്ങനെ പെൻസിൽ പിടിക്കണമെങ്കിൽ അവരുടെ ഈ വിരലുകള് നമ്മൾ അതിനു മുമ്പേ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള രീതിയിലുള്ള ചില എക്സസൈസുകളൊക്കെ നമ്മൾ ചെയ്യും. മണ്ണിൽ എഴുതിക്കും, നമ്മുടെ സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. നിങ്ങൾ മെറ്റീരിയൽസ് ഉണ്ടാക്കി തുടങ്ങിയോ? ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഒക്കെ അതാണ്. പ്രീ റൈറ്റിംഗ് എക്സസൈസസ് മോണ്ടിസോറി മെത്തേഡില് നിറയെ ഉണ്ട്. അത് ചെയ്യിച്ച് ഈ വിരലുകൾക്ക് നല്ല ബലം കിട്ടിയതിന് ശേഷമാണ് കുട്ടികൾ എഴുതാൻ തുടങ്ങുന്നത്. അല്ലാതെ നമ്മൾ ഇതുങ്ങളെ നിർബന്ധിച്ച് പിടിച്ച് എഴുതിപ്പിച്ച് അവരുടെ കൈ വെറുതെ വേദന എടുക്കും. അതിലും നല്ലത് അവരുടെ വിരലുകൾ ഡെവലപ്പ് ആകാനുള്ള ഈ ഒരു എക്സസൈസ് കൊടുക്കുക. ഇനി ബേബീസിനെ ശ്രദ്ധിച്ചാൽ കാണാം, എന്ത് സാധനം അവർ പിക്ക് ചെയ്തെടുക്കും, പക്ഷെ അധിക സമയം അവർക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഹോൾഡിങ് കപ്പാസിറ്റി ആയിട്ടില്ല. അപ്പൊ അതാണ് ഗ്രോസ് മോട്ടോർ സ്കില്ല്, വലിയ മസിൽസിന്റെ ഡെവലപ്മെന്റ്. ഫൈൻ മോട്ടോർ സ്കിൽസ്, ചെറിയ മസിൽസിന്റെ ഡെവലപ്മെന്റ്. അത് കുട്ടിക്ക് ആദ്യം തല ഉറയ്ക്കുന്നു, പിന്നെ ബോഡി ടേൺ ചെയ്യാനായിട്ട് പറ്റുന്നു, കമിഴ്ന്ന് വീഴുന്നു, എഴയുന്നു, ഇരിക്കുന്നു, പിടിച്ചു നിൽക്കുന്നു, നടക്കുന്നു, സ്റ്റെപ്പ് കയറുന്നു. ഇതെല്ലാം വലിയ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ആദ്യം നടക്കുന്നത് ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ്, അത് കഴിഞ്ഞിട്ടാണ് സ്മോൾ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തേ ഉള്ളൂ. പിന്നെ നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ കാര്യം പറഞ്ഞു അല്ലെ. ലാംഗ്വേജ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു? ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കുട്ടി വളരുന്ന സാഹചര്യത്തിൽ അതിന് പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. കുട്ടിയോട് ആരും മിണ്ടാതെ, കുട്ടിയെ ഒരു റൂമിൽ തന്നെ അടച്ചടങ്ങിയിരിക്കുകയാണ്, പുറത്തിറങ്ങണില്ല, ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വളരെ സ്ലോ ആയിട്ട്. പിന്നെ നമ്മൾ പറയുന്ന അതേ കാര്യങ്ങളൊക്കെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പം ആ ചുറ്റുമുള്ളവരെ ഉള്ള ഒരു ഇൻഫ്ലുവൻസ് ചെയ്യും ഒരു കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ. അങ്ങനെ ഫിസിക്കൽ, മോട്ടോർ, പിന്നെ ലാംഗ്വേജ്, പിന്നെ സോഷ്യോ ഇമോഷണൽ. കുട്ടി സോഷ്യലൈസ് ചെയ്യുന്നത് ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ സോഷ്യൽ സ്മൈല് ഡെവലപ്പ് ആകും അല്ലെ. നമ്മൾ നോക്കി ചിരിക്കാൻ തുടങ്ങും, നോട്ടം ഉറയ്ക്കും. അതൊക്കെ ആ സോഷ്യൽ സ്മൈല് ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആൾക്ക് ഇമോഷൻസ് ഒക്കെ മനസ്സിലാകും. നമ്മൾ കളിപ്പിക്കാനായിട്ട് കരയണ പോലെ കാണിക്കുമ്പോൾ ചിലപ്പോൾ അതും ഇങ്ങനെ കരഞ്ഞു വരും. പിന്നെ അമ്മയെ കാണാനില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളുമാണ്. അപ്പൊ അങ്ങനെ പല രീതിയില് കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റും ഇമോഷണൽ ഡെവലപ്മെന്റും നടക്കും. ഇനി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, കുട്ടിയുടെ നോളജ്, ബുദ്ധിപരമായ വളർച്ച അല്ലെ. നിങ്ങൾ നേരത്തെ പഠിച്ച എല്ലാ ഡെവലപ്മെന്റും ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. IQ ലെവൽ അല്ലെങ്കിൽ ബുദ്ധിയിൽ കുറവുള്ള ഒരു കുട്ടിയുടെ ലാംഗ്വേജ് പ്രോബ്ലം ആയിരിക്കും, മൂവ്മെന്റിലെ പ്രശ്നം ഉണ്ടായിരിക്കും, ഫിസിക്കല് പ്രശ്നം ഉണ്ടാവും, കൈകളുടെ വളർച്ചയ്ക്ക് പ്രശ്നം ഉണ്ടാവും, കൈയുടെ വിരലുകളൊക്കെ ചിലപ്പോൾ പ്രൊപ്പോർഷണൽ ആയിരിക്കില്ല, വളഞ്ഞൊക്കെയായിരിക്കും, ഒരു പെന്നോ പെൻസിലോ പിടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തന്നെയാണ് ഈ ബാക്കിയുള്ള എല്ലാ ഡെവലപ്മെന്റിന്റെ ഒരു ബേസ് എന്ന് പറയാനായിട്ട്. സ്പെഷ്യൽ കുട്ടികളെ കണ്ടാൽ നമുക്കറിയാം അവരുടെ ഫീച്ചേഴ്സ് വ്യത്യാസമാണ്, അവരുടെ നോട്ടം, അവർ സോഷ്യലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അവർക്ക് ഇമോഷൻസ് മനസ്സിലാവില്ല. വീട്ടിൽ അവരുടെ ഒരു ഡിയർ വൺസ് മരിച്ചു കഴിഞ്ഞാൽ they don't know what happened, എന്താ പറ്റി, മരിച്ചു എന്ന് ജസ്റ്റ് പറയുമ്പോൾ മരിച്ചു, പക്ഷെ പിന്നെയും അവരിങ്ങനെ അന്വേഷിക്കണം. അപ്പൊ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, കുട്ടിയുടെ ബുദ്ധി വളർച്ച. അതുകൊണ്ടാണ് പറയുന്നത് പ്രീനേറ്റൽ കണ്ടീഷൻസും പോസ്റ്റ്നേറ്റൽ കണ്ടീഷൻസും ഹെറിഡിറ്ററിയും വളരുന്ന സാഹചര്യങ്ങളും എല്ലാം തന്നെ ഒരു കുട്ടിയുടെ എല്ലാ ലെവലിലുമുള്ള എല്ലാ ഏരിയയിലുള്ള ഡെവലപ്മെന്റിനെ ബാധിക്കുന്നു അല്ലെ. അമ്മമാര് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് സന്തോഷമായിട്ടിരിക്കണം എന്ന് പറയുന്നത്, അവർക്കൊരു ടെൻഷനും കൊടുക്കരുത്. അതുപോലെ തന്നെ അവര് ശരീരത്തിന് ദോഷം ചെയ്യുന്ന രീതിയിലുള്ള ശീലങ്ങളും പാടില്ല എന്ന് പറയും. എപ്പോഴും ടെൻഷൻ പിടിക്കരുത്. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നതൊക്കെ പറയണേ. അത് വേറൊന്നും കൊണ്ടല്ല, ഈ സന്ധ്യ കഴിയുമ്പോഴാണ് ഇരുട്ടാവും. പണ്ടൊന്നും ഈ കറണ്ട് ഉണ്ടായില്ലേനോ, പിന്നെ ഇഴജന്തുക്കളെ
പ്രാണികളും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ, അന്നൊക്കെ നിറയെ മരങ്ങളും അതും ഇതൊക്കെയാണല്ലോ. അപ്പൊ എപ്പോഴും അങ്ങനത്തെ ജീവികളൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ വന്ന് കുത്തുവോ അങ്ങനെ എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ? പിന്നെ അതുപോലെ തന്നെ ഇരുട്ടല്ലേ, ചിലപ്പോ ഈ സന്ധ്യാസമയമൊക്കെ കഴിയുമ്പോഴാണ് ഒരു വല്ലാത്ത ശബ്ദമൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് പേടിച്ചാലോ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന ഇടിയും മിന്നലും മഴയൊക്കെയുള്ള സമയമൊക്കെ ആണെങ്കിൽ അങ്ങനെ ഈവനിങ് ടൈമിലൊക്കെ അത് കൂടുതലുള്ള ചാൻസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ പെട്ടെന്ന് ഞെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളിൽ കിടക്കുന്ന ബേബിയെ, എന്തിനും നമ്മൾ എരിവും പുളിയും അധികമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത വരില്ലേ വയറിന്, അതുപോലെ തന്നെ കുട്ടിയും കിടന്ന് പിരികൊള്ളുന്നാണ് പറയണത്. അതൊക്കെ ചിലപ്പോൾ നിങ്ങളൊക്കെ ഫീൽ ചെയ്ത് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അപ്പൊ ഞങ്ങളൊരു പ്രോജക്റ്റ് മനസ്സിലുണ്ടെന്നല്ല, അത് പ്രാക്ടിക്കലി പോസിബിൾ ആക്കാൻ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൺസെപ്റ്റ് ആയിരുന്നു കേട്ടോ. ആ കുട്ടിയുടെ മോൻ ഇപ്പൊ +2 ആയി. ആള് പറയണത് ആളുടെ പ്രഗ്നൻസി സമയത്ത് ഭയങ്കര ട്രോമയിലൂടെയൊക്കെ കടന്നുപോയി, ഭയങ്കര ടെൻഷനും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു. അത് ഭയങ്കര കോംപ്ലിക്കേഷൻസും ആയിരുന്നു ഡെലിവറിയില്, എന്തൊക്കെയോ സ്ട്രെസ്സും, അതിന് ഡെലിവറിക്ക് ശേഷമുള്ള പോസ്റ്റ്മോർട്ടം സിൻഡ്രോം, അങ്ങനത്തെ ഡിപ്രഷൻ സ്റ്റേജിലൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ കടന്നുപോയി. ആളൊരു സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോതെറാപ്പിസ്റ്റ് ആണ്. അപ്പൊ ആൾക്കത് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ആ പുള്ളിക്കാരി വിചാരിച്ചെന്താന്ന് വെച്ചാല്, ഞാനത് അനുഭവിച്ചു, ഇനി ഒരു അമ്മമാരും അല്ലെങ്കിൽ അമ്മയാകാൻ പോകുന്നവര് അല്ലെങ്കിൽ സ്ത്രീകള് അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെതായ അതിന്റെ മോനൊരു ചെറിയ രീതിയിൽ ഓട്ടിസ്റ്റിക്കുമാണ്. നോർമൽ സ്കൂളിലൊക്കെ തന്നെയാണ് പഠിച്ചത്. പക്ഷെ അത് പഠിച്ച സ്കൂളുകളിൽ നിന്നും വളരെയധികം കളിയാക്കലുകളും ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് അവഗണനകളൊക്കെ ആ കുട്ടിക്ക് ഉണ്ടായി. പക്ഷെ ഈ അമ്മയുടെ ഒരു കെയർ കൊണ്ടും നർച്ചറിങ് കൊണ്ടുമാണ് ആ മോൻ ഇപ്പൊ നല്ല രീതിയിൽ എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യും. 10th +2 ഒക്കെ ഭയങ്കര മാർക്കൊന്നുമില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ പഠിച്ച് അവന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് പാസ്സായി പോയി. അപ്പൊ അങ്ങനെ പറയുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ് അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പാരന്റ്സിന് നല്ലൊരു സെഷൻ കൊടുക്കണമെന്ന് ആ രീതിയിൽ ആള് കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റാണ് കൂടെ. എനിക്ക് ഈ കൺസെപ്റ്റ് ഇഷ്ടമായത് കാരണം ഞാൻ അതിന്റെ വോളണ്ടിയർ ആയിട്ട് ആളുടെ കൂടെ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഞാൻ താമസിക്കുന്ന പഞ്ചായത്തില് അതിന്റെ ഒരു ക്ലാസ് ഇതുപോലെ നമുക്ക് അംഗൻവാടി തലങ്ങളിലൊക്കെ കണക്ട് ചെയ്താലാണ്, അവരാണല്ലോ ഈ കണക്കെടുക്കുന്നത്, കല്യാണം കഴിഞ്ഞവരുടെ പ്രഗ്നന്റ് ആയവരുടെ അങ്ങനെ കണക്കെടുക്കുന്നത്. അപ്പൊ അങ്ങനെ അവർക്കൊരു സെഷൻ കൊടുക്കാന്നൊക്കെ തീരുമാനം ഞാൻ അതിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് സംസാരിച്ചു, ഫ്രണ്ടാ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പൊ അതിന് ഭയങ്കര സന്തോഷമായി. പുതിയ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇത് ആവശ്യമുള്ള കാര്യമാണല്ലോ, ഒരു കുട്ടിയുടെ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യമാണല്ലോ. ജനിച്ചിട്ടില്ല അല്ലെങ്കിൽ ജന്മം എടുക്കുന്നതിന് മുമ്പേ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നു. അങ്ങനെ ഒരു സെഷൻ ആ ഒരു രീതിയിൽ കൊടുക്കാന്ന് വിചാരിച്ചു. അത് കുട്ടികളുടെ നമ്മൾ ഈ പറഞ്ഞു പോയ എല്ലാ ഡെവലപ്മെന്റ് ഏരിയയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെഷൻസ് ആയിരിക്കും. നമ്മളുടെ ഫുൾ കേരളം മുഴുവനും അത് ചെയ്യണം എന്നൊരു പ്ലാനിലാണ്. പക്ഷെ കുറെ ചലഞ്ചസ് ഉണ്ടാവില്ല ഇത് കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് പല ഫാക്ടേഴ്സും അതിനെ അഫക്ട് ചെയ്യും. ഞാനൊന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഇത് ചാപ്റ്റർ എത്രാമത്തെ ആയിരുന്നു? 4 ആണോ? യൂണിറ്റ് 4 ടീച്ചർ, പേജ് നമ്പർ 50. പേജ് നമ്പർ അറിയില്ലേ, PDF ആയതുകൊണ്ട്. എത്രയോ? യൂണിറ്റ് 4 ആണോ? യൂണിറ്റ് 4 ടീച്ചർ. യെസ്.
Okay. So, cognitive development. First 2 paragraphs ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? The Cognitive development. cognitive development. The capacity of the child to integrate her reflex action according to the stimulus is the beginning of cognitive development. It represents the process of learning and adjusting to the environment. Around 6 months of age, children achieve the capacity of focus their eyes on interesting objects in their environment. They even follow the movement of the object with their eyes. When children hear the word elephant, the mental picture most children get is of a gained animal with a long trunk and big ears. They learn about all the things they see around them. They continuously manipulate, experiment, try out, explore, discover, and learn about objects and people surrounding them. As cognitive development proceeds and the children's thinking ability, their vocabulary also increase to include comparative terms such as big, small, tall, short. They also include spatial terms such as above and below, near and far in their speech. The language children use clearly reflects the level of their cognitive development. Children in the 3 to 6 years age group talk and understand about things that they touch, see, hear, or experiences through the senses. They cannot understand or talk about abstract things such as honesty. ഓക്കെ, വേറെ ആരോട് വായിക്കേണ്ടതാണ് നെക്സ്റ്റ് വായിക്കാനായിട്ട് പറ്റും. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ 4 സൈക്കോ അനാലിസ്റ്റുകളുടെ ഒബ്സർവേഷൻസ് നമ്മൾ സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്തിരുന്നല്ലേ? അതെ മാം, ചെയ്തിരുന്നു. പിയാജെയുടെ ഒരു ഒബ്സർവേഷൻസ് ആണ് ശരിക്കും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ വന്നത്. അദ്ദേഹം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്, ജീൻ പിയാജെ. ഓക്കെ, ഒരു കുട്ടിക്ക് നല്ല ഒരു വ്യക്തിക്ക് ചിന്തിക്കാനും അതിനെ വിശകലനം ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ല, അനാലിസിസ് ചെയ്യുക, റീസണിങ് ചെയ്യുക, അതിനുള്ളൊരു കഴിവാണ് ശരിക്കും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലൂടെ നമുക്ക് കാണുന്നത്. അപ്പൊ നമുക്കറിയാം, ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ ഉള്ള ഒരു കുട്ടികളെ നമ്മൾ അവരുടെ IQ ലെവൽ ചിലപ്പോൾ ലോ ആയിരിക്കും. അപ്പൊ അത് എത്രത്തോളം ഉണ്ട് എന്നനുസരിച്ച് അറിയാനായിട്ട് പല അനാലിസിസ് ടെസ്റ്റുകളും നടത്തും. എപ്പോഴും നമ്മളിപ്പോ മോണ്ടിസോറി ചെയ്യുമ്പോൾ നമുക്കറിയാം, കുട്ടികളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, അവരുടെ മനസ്സിൽ ഹൃദയത്തിൽ തൊടാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. കാരണം നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് പ്യൂരിഫൈ ചെയ്യും. എന്നാൽ മാത്രമാണ് അവര് പ്യുവർ സോൾസ് ആണ്, മനസ്സിൽ കണക്കൊന്നുമില്ല. അപ്പൊ നമ്മൾ അത്രത്തോളം നമ്മളുടെ ഹാർട്ട് പ്യൂരിഫൈ ചെയ്യണം. എന്നാലാണ് ഈ കുട്ടികളുടെ മുന്നിൽ ചെല്ലുമ്പോൾ നമുക്ക് അവരെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകാനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് ചില കാര്യങ്ങളിൽ ചിലപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ നമുക്ക് പക്ഷെ അറിയാം എന്തോ ഒരു ഡീഫോമിറ്റീസ്, ഒരു ചെറിയൊരു പ്രോബ്ലം ഈ കുട്ടിക്ക് ഉണ്ടോ, അല്ലെങ്കിൽ എഴുതുന്നതിലായിരിക്കും, അല്ലെങ്കിൽ അക്ഷരങ്ങൾ മനസ്സിലാക്കുന്നതിലായിരിക്കും, അല്ലെങ്കിൽ ലാംഗ്വേജിലായിരിക്കും, അല്ലെങ്കിൽ മൂവ്മെന്റ്സിലായിരിക്കും, അല്ലെങ്കിൽ അവര് കുട്ടി ഇന്ററാക്ട് ചെയ്യുന്നതിലായിരിക്കും. അങ്ങനെ ആ ബിഹേവിയറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ എന്നൊക്കെ ഉള്ള ഒരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ലാംഗ്വേജ് എഴുതുന്നതും വായിക്കുന്നതിലൊക്കെ ഉള്ള കുട്ടികളെ കോമൺലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നം. അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റ് ബി, അത് ക്യാപിറ്റൽ ആണെങ്കിൽ സ്മോൾ ആണെങ്കിൽ ഇവര് മിറർ ഇമേജ് ആയിട്ട് എഴുതി വെക്കും. 3 എന്നുള്ള നമ്പറും ചിലപ്പോൾ മിറർ ഇമേജ് ആയിട്ട് എഴുതി വെക്കും, അല്ലെ? പക്ഷെ ഒരു LKG കഴിഞ്ഞ് UKGയിലേക്ക് എത്തുമ്പോഴേക്കും അതൊക്കെ മാറി അവർ കറക്റ്റ് ആയിട്ടുണ്ടാവും. അത് ടീച്ചേഴ്സ് അതിനനുസരിച്ച് അവർ ചെയ്യിക്കും. പക്ഷെ എന്നിട്ടും ആ ഒരു 4 years കഴിഞ്ഞിട്ടും കുട്ടിയിൽ അത് കറക്റ്റ് ആകുന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കുട്ടിയെ ഒരു സൈക്കോതെറാപ്പിസ്റ്റിന്റെ അടുത്ത്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഇത് ശരിയായിക്കോളും, എഴുതി ശരിയാവും, മറ്റു കുട്ടികളുമായിട്ട് മിങ്കിളാവുമ്പോൾ ശരിയാവും, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെയാണ് പൊതുവെ പാരന്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത് നമ്മൾക്ക് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഏറ്റവും ചെറു പ്രായത്തിൽ തന്നെ കുട്ടിയിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ ഇന്റർവെൻഷൻ നടന്നു കഴിഞ്ഞാൽ വലുതാകുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ വലുതായി കഴിഞ്ഞിട്ട് നമ്മൾ പറയില്ലേ, അതിനിന്മേൽ ചെന്ന് വളം വെച്ചിട്ട് കാര്യമില്ലാന്ന്. വലുതായി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും.
എൻ്റെ ഒരു ടീച്ചർ, ജയകുമാരി എന്ന ടീച്ചറുടെ പേര്. ടീച്ചർ എൻ്റെ ഒരു ടീച്ചറിന്റെ എനിക്ക് പരിചയമുള്ള ഒരു ടീച്ചർ കോട്ടയത്താണ്. ടീച്ചർ ഒരു അക്കാദമി ഉണ്ട് ടീച്ചർക്ക്, ഒരു ട്യൂഷൻ പോലെ. അതായത് അതിന്റെ കൂടെ നവോദയ സൈനിക് സ്കൂളിലേക്കുള്ള അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുകയാണ്, അല്ലാത്ത നോർമൽ ട്യൂഷൻ. അപ്പൊ ഇങ്ങനെ ഫുൾ പാസ് ഒക്കെയാ ഈ നവോദയക്കും സൈനിക് സ്കൂളിനൊക്കെ ടീച്ചറുടെ കോച്ചിങ് സെന്റർ. ടീച്ചർ ഓൺലൈനായിട്ട് ചെയ്തത്, പക്ഷെ ആ ഒരു കോച്ചിങ് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ടീച്ചർ ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ സൈക്കോളജിക്കലായിട്ടൊക്കെ അപ്രോച്ച് ചെയ്ത് ആ ഒരു രീതിയിൽ കുട്ടികൾക്ക് മടുപ്പില്ല, അവർ ഇഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് റിസൾട്ട് ഔട്ട്കം വരുന്നത്. ടീച്ചർ പറയുന്നു, ടീച്ചറിന്റെ അടുത്തൊരു കുട്ടിയെയും കൊണ്ട് ഒരു പാരന്റ്സ് അവരാദ്യം വിളിച്ചു. ടീച്ചറെ ഞങ്ങൾക്ക് മോനെയും കൊണ്ട് വരാനാണ്, മോന് ചെറിയൊരു പ്രശ്നമുണ്ട്, ടീച്ചർക്ക് അത് സോൾവ് ചെയ്ത് തരാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞു. ടീച്ചർ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. ടീച്ചർക്ക് ഒന്നും അറിയില്ല കുട്ടിയെ കുറിച്ച്. ടീച്ചർ പറയാ, വരുമ്പോ കുട്ടിയെ കൊണ്ടുവന്നത് രണ്ട് കൈയിലും ഇങ്ങനെ പിടിച്ച്, രണ്ട് സൈഡിലും പാരന്റ്സ് രണ്ടുപേരും പിടിച്ചാണ് കുട്ടിയെ കൊണ്ടുവന്നത്. കുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടി കേന്ദ്രീയ വിദ്യാലയയിലാണ് പഠിച്ചത്. അപ്പൊ അവൻ കൊണ്ടുവരുന്ന സമയത്ത് 9th സ്റ്റാൻഡേർഡിലാണ്. അപ്പൊ 9th എത്തിയപ്പോ സ്കൂളുകാർ പറഞ്ഞു, ഇനി അവനെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോയിക്കോളാം. അപ്പൊ 9ാം ക്ലാസ് എത്തിയിട്ടും അതിന് മുമ്പും ഒരു ടീച്ചറും ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, അവന്റെ അമ്മയ്ക്ക് മനസ്സിലായിട്ടുമില്ല അവനിങ്ങനെ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പൊ ടീച്ചർ എന്നോട് ചോദിക്കുമായിരുന്നു, ശരിക്കും അത് ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാകില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ടീച്ചർ ശരിക്കും അമ്മയ്ക്ക് അല്ലെങ്കിൽ വീട്ടില് ഉള്ള ആൾക്ക് ഏറ്റവും കൂടുതൽ കുട്ടിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. കൂടാതെ കുട്ടിയെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർക്കും മനസ്സിലാകും. അപ്പൊ 9ാം ക്ലാസ് വരെയും ആരും ഇങ്ങനെ ഒരു പ്രശ്നം ടീച്ചർമാരും പറഞ്ഞില്ല, അമ്മയും മനസ്സിലാക്കിയില്ല. അവന് ഭയങ്കര ടെൻഷനാ, പഠിക്കാൻ ഭയങ്കര പേടിയാ. ഏതോ ഒരു ക്ലാസ്സിൽ വെച്ച് ഏതോ ഒരു ടീച്ചർ അവനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അതിനുശേഷം അവന് പഠിക്കാൻ ഭയങ്കര പേടിയായി. അതിന് മുമ്പ് കുട്ടിക്ക് ലേണിംഗ് ഡിസോർഡർ ഉണ്ടായിരുന്നു. പിന്നെ ജയ ടീച്ചർ കുറേ സമയം അവനുമായിട്ട് സംസാരിച്ചു. ഒക്കെ അവൻ പേടിച്ചിരിക്കുക. കാരണം അവനെ സംബന്ധിച്ച് ടീച്ചർ എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമാണ്. അപ്പൊ ടീച്ചറും ഒരു ടീച്ചറാണല്ലോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ അവനങ്ങ് ടീച്ചറുമായിട്ട് നല്ല കണക്റ്റഡ് ആയി. എന്നിട്ട് ടീച്ചർ അവന് എന്താ പറയാ, അവന്റെ കപ്പാസിറ്റി ടീച്ചർ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ രീതിയിലും മനസ്സിലാക്കിയപ്പോ അവന് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ജയ ടീച്ചർ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഇവനെ കൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യിക്കുന്നത്. അങ്ങനെ പ്രൊമോഷന് വേണ്ടിയിട്ട് ടീച്ചർ ഇങ്ങനെ കോച്ചിങ് സെന്റർ നടത്തുന്നത്, അങ്ങനെയൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ മോനെ കൊണ്ട് തന്നെ ചെയ്തു. അതിൽ എന്തൊക്കെ പോരായ്മ ഉണ്ടെങ്കിലും ടീച്ചർ അതൊന്നും നോക്കിയില്ല, വീണ്ടും അവന് ചാൻസ് കൊടുത്തു. അങ്ങനെ ഇവന് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ടീച്ചർ തന്നെ അവനെ പഠിപ്പിച്ചു. അവൻ 10th പാസ്സായി. +1 +2 അവൻ കംപ്ലീറ്റ് ചെയ്തു. അതേപോലുള്ള ടീച്ചർമാര് ചുരുക്കാണ്. ടീച്ചർ കറക്റ്റ് അവനെ അത്രയും ശ്രദ്ധിച്ചത് കൊണ്ടാണ് അവർക്ക് ജസ്റ്റ് അവനെ ഒന്ന് പാസ്സാക്കി എടുക്കാൻ പറ്റിയത്. പക്ഷെ അവന്റെ ചെറുപ്പത്തിലെ ഇത് ഏതെങ്കിലും ടീച്ചർമാർ അല്ലെങ്കിൽ അവന്റെ അമ്മ ശ്രദ്ധിച്ച് ശരിയായ ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ഫ്യൂച്ചർ ഇങ്ങനെയാവില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അറിഞ്ഞൊരു കേസ് ഇതുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഒരു കുട്ടിക്ക് പല കാര്യങ്ങളും അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക, അതും നമ്മളുടെ IQ ലെവൽ അല്ലെങ്കിൽ നമ്മുടെ നോളജ്, നമ്മുടെ ബുദ്ധിയുമായിട്ട് കണക്റ്റഡ്. ചിലരെ പറയില്ലേ സ്ലോ ആണ്, ട്യൂബ്ലൈറ്റ് എന്നൊക്കെ. അത് നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലാണ്. പതുക്കെയാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുക. ചിലര് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ടുള്ളതാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾക്ക് പ്രാക്ടീസ് കൊണ്ട് ചെറുപ്പത്തിലേ തന്നെ ഇംപ്രൂവ് ചെയ്യിക്കാം. അതായത് ഒരു കുട്ടിയുടെ ഇന്റലിജൻസ് ആണ്. ചില ഇന്റലിജൻസുകളെല്ലാം നമുക്ക് പല രീതിയിലുള്ള പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ടോട്ടൽ 9 ഇന്റലിജൻസ് ആണ് ഉള്ളത്. അവാർഡ് ഗാർഡനർ പറഞ്ഞിട്ടുള്ള ഒരു 9 ഇന്റലിജൻസ് ഉണ്ട്. ചില ഇന്റലിജൻസ് ആളുകളിൽ ഇൻബോൺ ആയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് മ്യൂസിക്, റിഥമിക് ഇന്റലിജൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അല്ലെ. അത് ഒരു പക്ഷെ നമ്മൾ മ്യൂസിക് ആസ്വദിക്കും, കേൾക്കും എന്നല്ലാതെ പാട്ട് പാടുക, പാട്ട് എഴുതുക, ട്യൂൺ ചെയ്യുക, അതൊക്കെ ഒരു ഇൻബോൺ ടാലന്റ് തന്നെയാണ്. അപ്പൊ എല്ലാ ഇന്റലിജൻസും നമുക്ക് ഭയങ്കരമായി ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചിലതെല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു സ്പോണ്ടേനിയസ് ആക്ഷൻ എന്ന് പറയുന്നത്, പെട്ടെന്ന് നമ്മുടെ നേരെ ഒരു വണ്ടി വരുന്നു, നമ്മൾ സൈഡിലേക്ക് മാറി നിൽക്കുന്നു, നമുക്ക് ആ ഒരു ഇന്റലിജൻസ് ഉള്ളത് കൊണ്ടാണ്.
ആ ഒരു റിഫ്ലക്സ് ആക്ഷൻ, ഒരാളെ അടിക്കാനായിട്ട് വരുന്നു, നമ്മൾ മാറിക്കൊടുക്കും. സോ അതൊരു റിഫ്ലക്സ് ആക്ഷൻ തന്നെയാണ്. എന്തെങ്കിലും വീഴാൻ പോകുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കും. അതൊക്കെ ആ ഒരു ഇന്റലിജൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയെ മൂവ് ചെയ്യിക്കാനുള്ള, അപ്പൊ ബോഡിക്ക് കിനസ്തെറ്റിക് ഇന്റലിജൻസ് എന്നാണ് ഇപ്പൊ അതിന് പറയുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. യോഗ ചെയ്ത്, ഡാൻസ് ചെയ്ത്, കുറച്ച് വാക്കിന് പോയി, ഓടി, അങ്ങനെയൊക്കെ ചെയ്യണം. ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ ഈ കൊച്ചുകുട്ടികളിൽ ചെറുപ്പത്തിലേ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ ഒരു ഇന്റർവെൻഷൻ ഉണ്ട്. ആസ് എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ നമ്മൾ കൊച്ചുകുട്ടികളെയാണ് ഡീൽ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു പ്രായത്തിൽ നമ്മൾ അതുകൊണ്ടാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് ഏറ്റവും വേണ്ടുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആണ്. ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. പ്രൈം എന്ന് പറയുന്നത് ഒബ്സർവേഷൻ തന്നെയാണ്. നല്ല രീതിയിൽ കുട്ടികളെ ഒബ്സർവ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് അവരുടെ എബിലിറ്റി, അവരുടെ കപ്പാസിറ്റി, പൊട്ടൻഷ്യൽ എല്ലാം മനസ്സിലാവുള്ളൂ. അതേസമയം എവിടെയെങ്കിലും അവർക്കൊരു ഡിഫോമിറ്റി, കുറവ്, ഒരു ഷോർട്ട് കമ്മിങ്സ് തോന്നുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കി ഇടപെടുക എന്നുള്ളതാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അതാണ്. എന്തെങ്കിലും ഒരു സ്പാർക്ക്, ഒരു സ്റ്റിമുലി വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കാനുള്ള ഒരു കുട്ടിയുടെ കഴിവ്, അതിനെ അതുപോലെ തന്നെ തിങ്ക് ചെയ്യാനും, റീസൺ ചെയ്യാനും, അനലൈസ് ചെയ്യാനും, കാര്യങ്ങളെ കമ്പയർ ചെയ്യാനും, സെപ്പറേറ്റ് ചെയ്യാനും, ഒരു ഓർഡറിലാക്കാനും, പല സാധനങ്ങൾ ഒരിടത്തു നിന്ന് മറ്റൊന്നിടയ്ക്ക് മാറ്റാനും, ട്രാൻസ്ഫോം ചെയ്യാനും, ഇതെല്ലാമാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എബിലിറ്റി ടു തിങ്ക്, എബിലിറ്റി ടു റീസൺ, എബിലിറ്റി ടു അനലൈസ്, ഹൗ ടു കമ്പയർ. നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും കുട്ടികൾക്ക്, അവർ കൺസ്ട്രക്ട് ചെയ്യുവാണ്. പിന്നെ സെപ്പറേറ്റ് ചെയ്യേണ്ടത് അവർ സെപ്പറേറ്റ് ചെയ്യും, ഒരു ഓർഡറിലാക്കും. നമ്മളിപ്പോ പല കളറ് ബീഡ്സ് ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കും. കുട്ടിക്ക് കറക്റ്റ് കളർ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നമുക്ക് പറയാം ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം, ഒരേ കളർ ഒരുമിച്ച് ഗ്രൂപ്പ് കമ്പൈൻ ചെയ്യാന്ന് പറയാം. അപ്പൊ അവർക്ക് ഈവൻ കളർ എന്താന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും ഈ റെഡ് ആണോ ബ്ലൂ ആണോ യെല്ലോ ആണോ എന്ന് അറിയില്ലെങ്കിൽ പോലും കളറ് കണ്ടിട്ട് അതിനെ അവർ ഒരേപോലെ ഇരിക്കണേനെ അവർ ഗ്രൂപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ നമുക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാം കുട്ടികൾക്ക്. നിങ്ങളുടേതായ ഇന്നോവേറ്റീവ് ആയിട്ട് പല ആക്ടിവിറ്റീസും കൊടുക്കാം. ഇതാക്കിയ ഇതിനെ ഒരുമിച്ച് ഒരു ടോയിനിൽ കോർത്തെടുക്കുക, അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാമല്ലോ. 6 months ആകുമ്പോൾ തന്നെ കുട്ടികൾക്ക് അവരുടെ ഐസ് ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങും. അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒബ്ജക്ട്സിലേക്ക് നോക്കും. മൂവ് ചെയ്യുന്നത് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമുക്കിങ്ങനെ ബെഡിൽ ഇങ്ങനെ നമ്മുടെ മുകളിൽ ഒരു സാധനം ഇടുമല്ലോ, അങ്ങനത്തെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കില്ലേ കാറ്റ്, അതൊക്കെ നോക്കും. പിന്നെ എന്ത് മൂവ് ചെയ്താലും ഒരാൾ നടന്നു പോകുമ്പോ, അല്ലെങ്കിൽ ചെടികൾ ഇലകൾ അനങ്ങുന്നത്, നല്ല കളറ്, എല്ലാത്തിലേക്കും അവരുടെ കണ്ണു പോകും. പിന്നെ മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സ് പോണ വഴിയെ അവരും മൂവ് ചെയ്യുന്നതാണ്. അപ്പൊ അമ്മ കുട്ടിയുടെ അടുത്തുനിന്ന് ഇങ്ങനെ എണീറ്റ് നടന്നു പോവുകയാണെങ്കിൽ അമ്മ പോണ വഴിയെ കുട്ടിയുടെ കണ്ണും സഞ്ചരിക്കും. ആ രീതിയിലും അങ്ങനെയും ചെയ്യും. ഓക്കെ. പിന്നെ കുട്ടികള് എലിഫന്റിന് കേൾക്കുമ്പോ വൺസ് എപ്പോഴെങ്കിലും അവർ ഇത് എലിഫന്റിനെ കണ്ട് അതിന്റെ ഒരു മെന്റൽ ഇമേജ് അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അവരുടെ ഒരു വലിയ ഒരു അനിമൽ ആ ഒരു ഇതൊക്കെ അവർക്ക് കിട്ടും, ആ ഒരു ഐഡിയ ഒക്കെ കിട്ടും. ചുറ്റും കാണുന്നതെല്ലാം അതിനെപ്പറ്റി എല്ലാം അവർ പഠിക്കുന്നു. ഒരു സെൻസിറ്റീവ് ആണ് കുട്ടികൾ. അവരുടെ സെൻസസ് യൂസ് ചെയ്തിട്ട് എൻവിയോൺമെന്റുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആകുന്നു, സറൗണ്ടിങ്സുമായിട്ട്. പലപ്പോഴും അവരുടെ ടോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരത് കളിക്കും, മാനിപ്പുലേറ്റ് ചെയ്യും, അവരുടേതായ രീതിയിലുള്ള കളികൾ കാണാനുണ്ട്. അപ്പം എക്സ്പെരിമെന്റ് ചെയ്യും, എക്സ്പ്ലോർ ചെയ്യും, ഡിസ്കവർ ചെയ്യും, എല്ലാം അവരിൽ വരും. പിന്നെ ആളുകളും അതുപോലെ തന്നെ ഒബ്ജക്ട്സും അതിനെപ്പറ്റി മനസ്സിലാക്കാൻ ഒരു ലേണിംഗ്, അവരുടെ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ സെൻസസ് യൂസ് ചെയ്തിട്ടാണ്. തൊട്ടു നോക്കി, അതുപോലെ തന്നെ നിലത്തി ഇടിച്ചു നോക്കും, ചില സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കടിച്ചു നോക്കും, അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്രൊസീഡ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ചിന്തിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി, എബിലിറ്റിയാണ് കൂടുന്നത്. അവരുടെ വൊക്കാബുലറിയും ഇൻക്രീസ് ചെയ്യും, സംസാരവും അത് ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതാണ് എല്ലാ ഡെവലപ്മെന്റും ഇതിന്റെ ഭാഗമായിട്ടാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. പിന്നെ അവർക്ക് പല കമ്പാരറ്റീവ് തിങ്സ് ഒക്കെ മനസ്സിലാകും. അതായത് വലുത്, ചെറുത്, അങ്ങനെയൊക്കെ, പിന്നെ സൈസുകൾ, വെയിറ്റ്, അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാവും. പിന്നെ എബോ ആൻഡ് ബിലോ ആ ഒരു ഐഡിയ ഒക്കെ കിട്ടും. പിന്നെ നിയർ ആൻഡ് ഫാർ,
ഇവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് തന്നെയാണ് അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ബുദ്ധി വളരുന്നതിന് ഒരു അടയാളം എന്ന് പറയുന്നത്. പിന്നെ 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികൾ അവര് സംസാരിക്കും, ചിലപ്പോൾ തന്നെ ഇരുന്ന് സംസാരിക്കും, ചിലപ്പോൾ കൂടെ ഇരുന്ന് പിയർ ഗ്രൂപ്പ് അവരുടെ ഏജ് ഗ്രൂപ്പുമായിട്ട് അവരെക്കാളും മുതിർന്ന ആളുകളുമായിട്ട് ഒക്കെ അവര് സംസാരിക്കാനായിട്ട് വന്നു. പിന്നെ സെൻസസ് യൂസ് ചെയ്തിട്ടാണ് അവർ ഓരോന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞു. ടച്ച് ചെയ്ത്, കണ്ട്, ഹിയർ എന്നാണ് HEAR കേൾക്കുന്നത്, വേറെല്ല HEAR. പിന്നെ അവരുടെ സെൻസസ് യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെ സെൻസസ് യൂസ് ചെയ്തിട്ടാണ് അവർ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ മോണ്ടിസോറി ഇത് മനസ്സിലാക്കിയിട്ട് സെൻസോറിയൽ എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ മോണ്ടിസോറി മെത്തേഡ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു കുട്ടിയുടെ എല്ലാ സെൻസസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ലേണിംഗ് മെത്തേഡ് ഡിസൈൻ ചെയ്തു. പിന്നെ അവർക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയയെ കുറിച്ചൊന്നും അറിയില്ല. അത് കാണാൻ പറ്റുന്നതും കേൾക്കാൻ പറ്റുന്നതും തൊട്ട് നോക്കാൻ പറ്റുന്നതും ഒക്കെയാണ് അവർക്ക് മനസ്സിലാവുള്ളൂ. അവരുടെ അടുത്ത് ഓണസ്റ്റി എന്നൊക്കെ പറഞ്ഞ് സത്യസന്ധത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നൊന്നും അവർക്ക് പിടികിട്ടില്ല. അതാണ് നമ്മൾ റെക്കോർഡ് ബുക്ക് ഒക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള മോറൽ വാല്യൂസ്, ഇപ്പൊ കുട്ടിയോട് നീ സത്യം പറയണം, കള്ളം പറയരുത്, ശിക്ഷ കിട്ടുന്നതെന്ന് പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഥകളിലൂടെ മോറൽ വാല്യൂസ് കുട്ടിയിലേക്ക് എത്തിക്കും. ഇങ്ങനെ വേണം, അങ്ങനെ വേണം, അങ്ങനെ കഥകളിലൂടെ എത്തിക്കും. കുട്ടിക്ക് ഓണസ്റ്റിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. അല്ലാതെ ചുമ്മാ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമാണ് ഈ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. നമുക്ക് പിയാജെയുടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നിങ്ങൾക്ക് അറിയാലോ, ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? യെസ്, ഫസ്റ്റ് ഏതായിരുന്നു? സെൻസറി മോട്ടോർ സ്റ്റേജ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. സെൻസസ് പറഞ്ഞല്ലോ, ഈ സെൻസസ് യൂസ് ചെയ്തിട്ടെല്ലാം മനസ്സിലാക്കുന്നത്, മൂവ്മെന്റിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കും. അതാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫുകളിലൊക്കെ പറഞ്ഞത്, അതായത് സെൻസസും മൂവ്മെന്റ്സും. പിന്നെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെ, പിന്നെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഉണ്ടായിരുന്നില്ലേ, ഇടയ്ക്കായിരുന്നു അത്. 4 സ്റ്റേജസ് ആയിരുന്നു പിയാജെ പറഞ്ഞത്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പിന്നെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, പിന്നെ വേറെ ഓരോന്നും കൂടി ഉണ്ടായിരുന്നു, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേറ്റീവ് സ്റ്റേജ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ രീതിയിൽ പിയാജെ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം എല്ലാം തന്നെ മാത്തമാറ്റിക്കൽ അനാലിസിസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. പല ആളുകളും പറഞ്ഞു ഈ പിയാജെ ഒരു ഒറ്റ കുട്ടിയായിരുന്നു, ലോൺലി ചൈൽഡ്ഹുഡ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ചില ഒറ്റ കുട്ടികളെ ഭയങ്കര ഡിസിപ്ലിൻ വളർത്തൂലോ, അങ്ങനെ ലോൺലി ചൈൽഡ്ഹുഡ് ആയതുകൊണ്ട് അദ്ദേഹം ഈ പല രീതിയിലും ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പ്രായം തുടങ്ങി ഈ പ്രായം വരെ ഇങ്ങനെയാണ്, ഈ പ്രായം തുടങ്ങി ഈ പ്രായം വരെ ഇങ്ങനെയാണ്, ആ ഒരു രീതിയിൽ പറഞ്ഞു. പിന്നെ വിറ്റോസ്കിയും എറിക്സണും ഒക്കെ സോഷ്യലൈസ് ചെയ്യുന്നതിനായിരുന്നു. അങ്ങനെയാണ് ഒരാളുടെ, അങ്ങനെ നമ്മള് അറിയില്ലേ, ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞാൻ അധികം പഠിച്ചിട്ടൊന്നുമില്ലെങ്കിലും കുറെ ആൾക്കാരുമായിട്ട് ഇടപഴകി എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പൊ കാര്യവിവരം ഉണ്ടെന്ന് നമ്മൾ പറയും. കുറെ ആളുകളുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് ചില ഒരു മൂവിയില്, ഈ ഓട്ടോ മൂവിയില് മോഹൻലാൽ പറയില്ലേ, ഇങ്ങനെ ഓട്ടോയിൽ കയറുന്ന ആൾക്കാരെ പല ലെവലിലുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവരിരുന്ന് സംസാരിക്കുന്നതും അവരോട് സംസാരിക്കുന്നതിലൂടെ എനിക്ക് കുറെ അറിവ് കിട്ടിയിട്ടുണ്ട്. സോഷ്യലൈസ് ചെയ്യുന്നതാണ് ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റ് എന്ന് അവർ രണ്ടുപേരും പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്നല്ല ശരിക്കും 4 ഉണ്ട്. ആ രീതിയിൽ സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യോ, കുറച്ചൊന്നും വായിക്കാനായിട്ട്. Stages of cognitive development. An active stage. This stage is categorized by the child's
description of things and events in terms of suitable motor response activities. In this stage, the child knows the world only through the medium of operation, not through the words or imagination. Image, for example, in fact understand his environment by touching, beating, and grasping. Iconic stage. This stage is categorized by the child's description of things and events in terms of audiovisual images or mental picture. In this stage, information is gained by imaginary, and the child is a prisoner of his affective world. Symbolic stage. During this stage, symbolic representation in the form of words, symbols, and other imaginary abstract phenomena take the place of motor activities and audiovisual imagine. Here, the child used in symbolic activities such as language and mathematics. Stages of cognitive development. ആക്ച്വലി ഈ കൊടുത്തിരിക്കുന്ന സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബ്രൂണർ എന്ന് പറഞ്ഞ ഒരു സൈക്കോ അനാലിസ്റ്റിന്റെയാണ്, ജെറോം ബ്രൂണർ എന്ന് പറഞ്ഞ. ബ്രൂണറുടെ ഒബ്സർവേഷൻസ് ആണ് നമ്മൾ ഇപ്പൊ ഈ കണ്ട ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ് എന്ന രീതിയിൽ പറഞ്ഞത്. ബ്രൂണേഴ്സ് 3 മോഡൽസ് ഓഫ് റെപ്രസെന്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ബ്രൂണേഴ്സ് തിയറി, ജെറോം ബ്രൂണർ. അദ്ദേഹം പറയുന്നത് ലേണേഴ്സിന് പല നോളജും അവർക്ക് വരുന്നത് അവരുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ അവര് ഈ സ്ട്രക്ചർ എങ്ങനെയാണോ അതിനനുസരിച്ചാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ബുദ്ധിയായിരിക്കും അല്ലെ. ചിലർക്ക് എഴുതുന്നതിലായിരിക്കും, ചിലർക്ക് വരയ്ക്കുന്നതിലായിരിക്കും കൂടുതൽ അവരുടെ കപ്പാസിറ്റി കാണിക്കുന്നത്, ചിലർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നതിലായിരിക്കും. അപ്പൊ ബ്രൂണർ അതാണ് പറയുന്നത്, അവരുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ആളുകളിൽ ഈ ഒരു ഡെവലപ്മെന്റ് വരുന്നത്. ഇനാക്റ്റീവ് സ്റ്റേജ് അദ്ദേഹം പറഞ്ഞത് 0 to 1 year, ആ ഒരു ബർത്ത് തുടങ്ങിയിട്ട് ആ ഒരു സമയത്ത്, ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് അല്ലെ. അത് ആ സമയത്ത് കുട്ടി ഒരു 0 to 1 year എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ മെയിൻ ആക്ടിവിറ്റീസ് ഒക്കെ എന്തായിരിക്കും? കുട്ടി നടക്കാനൊന്നും തുടങ്ങിയിട്ടില്ല അല്ലെ. ബോഡി അതിന് മാക്സിമം പറ്റുന്നത് പോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ആണോ? അതെയോ? 1 വയസ്സ് വരെയുള്ള കുട്ടിയെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. ആ സമയത്ത് കുട്ടി നടക്കാനോ ഓടാനോ ഒന്നും തുടങ്ങിയിട്ടില്ല. അത് കമിഴാൻ തുടങ്ങുന്നത് 3 മാസം ആവുമ്പോഴാണ്. അതിനു മുമ്പ് വരെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ബോഡി കിടന്ന് കമിഴാൻ വേണ്ടിയിട്ടുള്ള കുറെ പരിശ്രമങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ബോഡി മൂവ്മെന്റ്സ് കമിഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ അവര് എഴയാൻ തുടങ്ങും അല്ലെ, ക്രോൾ ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മളൊരു ഭാഗത്ത് കിടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കുഞ്ഞായിരുന്നപ്പം അടങ്ങി അതേപോലെ കിടന്നിരുന്ന കുട്ടി തിരിഞ്ഞായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്. ഇങ്ങനെ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസ് ഒക്കെ മൂവ് ചെയ്യുന്നതാണ്. ഈ ഒരു പ്രായത്തില് കുട്ടികള് മൂവ്മെന്റിലൂടെയാണ് കുറെ കാര്യങ്ങൾ, ഫിസിക്കൽ മൂവ്മെന്റിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനാക്റ്റീവ് 0 to 1 year ആണ്. ഒന്ന് ഏജ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഫിസിക്കൽ മൂവ്മെന്റിലൂടെയാണ് പല നോളജും അതിന് കിട്ടുന്നത്. നമ്മൾ പറഞ്ഞു 6 മാസം ആവുമ്പോഴേക്കും കണ്ണുകൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും നല്ല രീതിയിൽ. അപ്പൊ മൂവ്മെന്റ് അവർ നല്ല പോലെ ശ്രദ്ധിക്കും. മൂവ് ചെയ്യുന്ന സാധനങ്ങളോടായിരിക്കും അവർ ഭയങ്കര അട്രാക്ഷൻ. എന്തെങ്കിലും അനങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര നേരം വേണമെങ്കിൽ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. മൂവ് ചെയ്തോണ്ടിരിക്കുന്ന അങ്ങനെ കണ്ണും അവരുടെ മൂവ് ചെയ്യും. നെക്സ്റ്റ് ഐക്കോണിക് സ്റ്റേജ്. ഐക്കോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 1 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് ഐക്കോണിക് സ്റ്റേജ്. ഈ സമയത്ത് അവരുടെ മനസ്സിൽ അവർ കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിക്ചറായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മെന്റൽ ഇമേജസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഒരു ആനയുടെ ആണെങ്കിൽ അവർക്കറിയാം വലിയ ജൈജാന്റിക് അനിമൽ, അങ്ങനെ രീതിയിൽ ആ ഒരു മെന്റൽ ഇമേജ് അവർക്ക് കിട്ടും. ചിലരത് പേപ്പറിലേക്ക് വരയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. വിഷ്വൽ റെപ്രസെന്റേഷൻ, ഐക്കൺസ് അങ്ങനെ കാണുന്നത് എല്ലാമായിരിക്കും ഇവരെ ട്രിഗർ ചെയ്യുന്നത്, ഇവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ട്രിഗർ ചെയ്യുന്നത്. നെക്സ്റ്റ് സിംബോളിക് സ്റ്റേജ് 7+ years, 7 years ആൻഡ് ബിയോണ്ട്. ആ ഒരു സമയത്ത് അവര് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി തുടങ്ങും സിംബോളിക് സ്റ്റേജില്.
symbolic representation in the form of words, symbols, അതുപോലെ തന്നെ ഇമാജിനറി അബ്സ്ട്രാക്ട് എല്ലാം അവർക്ക് മനസ്സിലാകാനായിട്ട് തുടങ്ങും ഈ ഒരു സമയത്ത്. 7 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് കൂടുതൽ നമ്മൾ മാത്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് അവിടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, ബോറോ ചെയ്ത് അങ്ങനെ ചെയ്യുന്നു, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനെയുള്ളതിലേക്കൊക്കെ കുട്ടികൾ പോകുന്നത്. അസ്യൂം ചെയ്തിട്ട് അവർക്ക് പല പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. അബ്സ്ട്രാക്ട് തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നു. അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുന്നത് നമുക്ക് കാണാനും കേൾക്കാനും പറ്റാത്തത്, നമ്മളത് മനസ്സിലിട്ട് അനലൈസ് ചെയ്ത് ചെയ്യുന്നത്. ജെറോം ബ്രൂണർ ഒന്ന് എഴുതി വെച്ചോളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ജെറോം ബ്രൂണർ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി ഒന്ന് വരിക, നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ബ്രൂണറുടെ ഒരു തിയറിയാണ് ഈ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ച് ബ്രൂണറുടെ തിയറിയാണ് 3 സ്റ്റേജസ് ആയിട്ട് നമ്മളിവിടെ കാണുന്നത്. പിന്നെ ബ്രൂണർ പറയുന്നത് ഒരു ചെറിയ കുട്ടിയാണെങ്കിലും ആ കുട്ടി എൻവയോൺമെന്റിൽ നിന്ന് പലതും ലേൺ ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും ലേണേഴ്സ് ആക്റ്റീവ് ലേണേഴ്സ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഡോക്ടർ മോണ്ടിസോറിയും അത് തന്നെയാണ് പറയുന്നത്. കുട്ടികള് പാസീവ് ലേണേഴ്സ് ആവരുത്. അതായത് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എല്ലാവരും മിണ്ടാതിരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അതൊരു നിങ്ങളെല്ലാവരും പാസീവ് ലേണേഴ്സാണ്. അതേസമയം നിങ്ങൾ ഈക്വലി അതിനകത്ത് ഇൻവോൾവ് ആവുന്നു, നിങ്ങൾ റീഡ് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടേതായ വ്യൂസ് പറയുന്നു, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു, അങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ആക്റ്റീവ് ലേണേഴ്സ്. ബ്രൂണർ പറയുന്നത് കുട്ടി ഒരു ആക്റ്റീവ് ലേണർ ആയിരിക്കും, പാസീവ് ആവരുത്. ട്രഡീഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ മെത്തേഡിൽ എപ്പോഴും കുട്ടികൾ പാസീവ് ലേണേഴ്സ്. അവിടെ ടീച്ചറാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലെ, പാസീവ്, കുട്ടികൾ പാസീവാണ്. പക്ഷെ മോണ്ടിസോറി മെത്തേഡിൽ കുട്ടിയാണ് എല്ലാം ചെയ്യുന്നത്. സോ കുട്ടികൾ ആക്റ്റീവ് ലേണേഴ്സ് ആണ്. നമുക്ക് പറയുന്നത് അഡൽട്സ് പാസീവ് ആയിരിക്കണം, കുട്ടിയായിരിക്കണം ആക്റ്റീവ് ആവേണ്ടത്. അപ്പൊ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ, അവിടെ ആക്ഷൻ മൂവ്മെന്റ് ആണ് ഇമ്പോർട്ടന്റ്. ഐക്കോണിക് സ്റ്റേജ് അവിടെ ഇമേജിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. സിംബോളിക് സ്റ്റേജ് അവിടെ ലാംഗ്വേജ്, സിംബൽസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇതിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ ബ്രൂണറെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് വരുവാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്രൂണറേയും ഒന്ന് പിയാജെയുടെയും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പിയാജെ പറഞ്ഞതും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്, ബ്രൂണറും പറഞ്ഞതും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. ബ്രൂണർ കുട്ടി ആക്റ്റീവ് ആകണമെന്ന് പറഞ്ഞു. കുട്ടികളുടെ കൺസ്ട്രക്റ്റീവ് സ്ട്രക്ചർ, ബുദ്ധിയുടെ സ്ട്രക്ചർ അനുസരിച്ചാണ് അവർക്ക് ഓരോ ലെവൽ ഏതിലാണ് അവർ ഇന്റലിജൻസ് എന്ന് ബ്രൂണർ പറഞ്ഞു. പിയാജെ എന്താണ് പറഞ്ഞത്? പിയാജെ പറഞ്ഞത് പിയാജെ കുട്ടികൾ ഈ ഒരു പ്രായങ്ങളിൽ ഇങ്ങനെയായിരിക്കും. പിയാജെ അവിടെ മാത്തമാറ്റിക്കൽ അനാലിസിസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പിയാജെ കാര്യം പറഞ്ഞത്. പക്ഷെ ബ്രൂണർ കുട്ടികൾക്ക് ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട് അവരുടെ ബുദ്ധിയിൽ, അതിനനുസരിച്ചാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. ചില കുട്ടികൾക്ക് പിക്ചേഴ്സിനോടായിരിക്കും താല്പര്യം, ചില കുട്ടികൾക്ക് നമ്പേഴ്സിനോടായിരിക്കും താല്പര്യം, ചില കുട്ടികൾക്ക് മ്യൂസിക്കിനോടായിരിക്കും താല്പര്യം. അതിനനുസരിച്ചാണ് അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത്. പിയാജെ മീൻസ് ബ്രൂണർ പറഞ്ഞത്. പിയാജെ പറഞ്ഞത് സിസ്റ്റമാറ്റിക് ആയിട്ട്, പക്ഷെ എല്ലാ കുട്ടികളിലും പിയാജെയുടെ ഒബ്സർവേഷൻസ് ശരിയാകണം ഇല്ല. പിയാജെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു ഏജ് വരെ ഈ ഒരു ഏജ് വരെ ഇങ്ങനെയായിരിക്കാൻ കുട്ടി പോകേണ്ടത്. പക്ഷെ എല്ലാ കുട്ടികളും ആ ഒരു ലെവലിൽ തന്നെ ഡെവലപ്പ് ആവണമെന്ന് നിർബന്ധമില്ല. ചില കുട്ടികൾ ലേറ്റ് ആവും, ബുദ്ധിക്കനുസരിച്ച് ഇന്റലിജൻസിനനുസരിച്ച് ചില കുട്ടികൾക്ക് കുറച്ചുകൂടെ വൈകിട്ടായിരിക്കും അത് വരും. പിയാജെ ഈ ഏജ് തുടങ്ങി ഈ ഏജ് വരെ ഇങ്ങനെയാണ്, ഈ ഏജ് തുടങ്ങി ഈ ഏജ് വരെ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ബ്രൂണർ പറഞ്ഞു കുട്ടിയുടെ ബുദ്ധിയുടെ ഘടന അനുസരിച്ചാണ് കുട്ടികളിൽ ഓരോ രീതിയിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്.
ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പിയാജയുടെ ഒബ്സർവേഷൻ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് വരിക. നമുക്ക് ബ്രൂണറിന്റെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ബ്രൂണർ ആരാണെന്ന് മനസ്സിലാക്കി വരുന്നതാണ്. അറിയാം, മോണ്ടിസോറി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ പല സൈക്കോ അനാലിസ്റ്റുകളുടെ. അവർ അത്രയും റിസർച്ച് ചെയ്ത് ഇവരുടെ ഒബ്സർവേഷൻസ് ഒക്കെ നല്ലപോലെ സ്റ്റഡി ചെയ്തിട്ടാണ് സെൻസോറിയൽ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ മോണ്ടിസോറി മെത്തേഡ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷൻ എനിക്ക് തോന്നുന്നു അടുത്തൊരു ക്ലാസ് കൊണ്ട് നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ഓക്കെ, ജസ്റ്റ് ഷെയർ യുവർ എക്സ്പീരിയൻസ്. വല്ല ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ ആരെങ്കിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടീച്ചറായി വർക്ക് ചെയ്യുന്ന ഒരു ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ഒക്കെ ഷെയർ ചെയ്യൂ. നമ്മുടെ കുട്ടികളുടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യൂ. പിന്നെ ജസ്റ്റ് പറ്റിയാൽ ഒരു അസസ്മെന്റ് പോലെ ഒരു ബുക്ക്, ഒരു കൊച്ചു നോട്ട്ബുക്ക് എടുത്തിട്ട്, ഒരു ചെറുത് തന്നെ 120 പേജോ അങ്ങനെയൊക്കെ വരുന്ന ഒരു ചെറിയ നോട്ട്ബുക്ക് എടുത്തിട്ട് നമ്മൾ കുട്ടികളുടെ ഇതുപോലത്തെ നോട്ട്ബുക്കോ നീളമുള്ള കോളേജ് നോട്ട്ബുക്കോ എടുത്തിട്ട് ബുക്കിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്താ പറയാ, കുട്ടികളുടെ ഏജ്, അതായത് ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും 2 സ്റ്റേജ് ഉണ്ടെങ്കിൽ ഓരോ സ്റ്റേജിനെയും നമ്മൾ അഗെയിൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ 4 പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അത് ബർത്ത് തുടങ്ങി 6 വരെ, പിന്നെ ബർത്ത് തുടങ്ങി 6 വരെ ഒരു പീരീഡ്, 6 തുടങ്ങി 12 ഇയേഴ്സ് വരെ ഒരു പീരീഡ്, പിന്നെ 12 ഇയേഴ്സ് തുടങ്ങി 18 ഇയേഴ്സ് വരെ ഒരു പീരീഡ്, 18 ഇയേഴ്സ് തുടങ്ങി 24+, അങ്ങനെ അഡൾട്ട് ആയി കഴിയുന്ന, അങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ കാണുന്ന കുട്ടികളുടെ ഈ ഓരോ ഏജിലും അവരുടെ പ്രത്യേകതകൾ, നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുള്ള പ്രത്യേകതകൾ എഴുതി വെക്കുക. ചിലപ്പോൾ ട്യൂഷൻ എടുക്കുന്നവരുണ്ടാവും, നമ്മുടെ വീട്ടിലെ കുട്ടികളുണ്ടാവും, നൈബർഹുഡിലെ കുട്ടികളുണ്ടാവും, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ കുട്ടികളുണ്ടാവും. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പിന്നെ നമ്മൾ കുറെ ഇങ്ങനെ പഠിച്ചപ്പോൾ ഓരോ ഏജിലും കുട്ടി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു ജനറൽ കൺസെപ്റ്റ് നമുക്കുണ്ടല്ലോ. അത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു കുട്ടി ഈ കാര്യത്തിൽ വീക്കാണ്, ലോ ആണെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാം. കാരണം അവൻ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒരു ഡിഫോർമിറ്റീസ് എവിടെയെങ്കിലും ഉണ്ടോ, ഡിസബിലിറ്റി ഉണ്ടോ, നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇന്റർവെൻഷൻ കൊടുക്കാനായിട്ട് അവരെ എയ്ഡ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും. ആ തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും കുട്ടികളെ ഒബ്സർവ് ചെയ്യുമ്പോൾ. ശരിക്കും ഈ ഓരോ അനാലിസ്റ്റുകളുടെയും ഒബ്സർവേഷൻസ് മനസ്സിലാക്കുവാണെങ്കിൽ നമ്മൾ മുന്നിൽ കാണുന്ന കുട്ടികളെ നമ്മൾ നല്ലപോലെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവർക്ക് ഏതെങ്കിലും ഒരു ഏരിയയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ചിലത് നമുക്ക് തന്നെ അവര് പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. ചിലത് ചിലപ്പോൾ അല്ലാതെ പ്രൊഫഷണൽസിന്റെ കുറച്ചുകൂടെ എക്സ്പേർട്ടുകളുടെ ഇത് വേണ്ടി വരും. ചെയ്യുന്നത് ഒരു നല്ലൊരു സർവീസാണ്. അങ്ങനെ ഒന്നും ഒരു അസസ്മെന്റ് ടൂള് പോലെ കാണുന്നത് എന്ന് വെച്ചാല് പലപ്പോഴും കുട്ടികളുടെ ഏജിന് അനുസരിച്ചായിരിക്കില്ല അവരുടെ പെരുമാറ്റം. അത് കുട്ടിയെ വഴക്ക് പറഞ്ഞിട്ടോ പണിഷ്മെന്റ് കൊടുത്തിട്ടോ കാര്യമില്ല. കുട്ടിയുടെ മെന്റൽ ഏജ് ചിലപ്പോൾ വളരെ ലോ ആയിരിക്കും. ചിലപ്പോൾ 6 വയസ്സുകാരൻ 2 വയസ്സുകാരനെ പോലെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പൊ അവന്റെ ക്രോണോളജിക്കൽ ഏജ് 6 ഇയർ ആയിരിക്കും, പക്ഷെ മെന്റൽ ഏജ് അപ്പോഴും 2 വയസ്സിൽ നിൽക്കുക. ആ ഒരു ഗ്യാപ്പ് 4 ഇയേഴ്സിന്റെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഇവനെ 6 വയസ്സിലേക്ക് ആക്കണമെങ്കിൽ 2 വയസ്സിൽ അവന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമുക്ക് അവനെ 6 ഇയേഴ്സിൽ എത്തിക്കാൻ. ഓക്കെ then. ഓക്കെ, ബൈ. എന്തെങ്കിലും പറയാനേ പറഞ്ഞോളൂ കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am.